ബ്രഹ്മയജ്ഞം. ഗീത പറയുന്ന ബ്രഹ്മയജ്ഞം ഗംഭീരം, ജീവിതം മുഴുവൻ ഒരു ബ്രഹ്മയജ്ഞം. ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവരം, ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം, ബ്രഹ്മൈവചേന ഗന്ധവ്യം, ബ്രഹ്മകർമ്മ സമാധിന. ബ്രഹ്മത്തിനർപ്പിക്കുന്നു, ബ്രഹ്മം തന്നെ ഹവിസ്, ബ്രഹ്മം തന്നെ ഹോമാഗ്നി, ബ്രഹ്മം തന്നെ ഹോമം ചെയ്യുന്നയാൾ, സകല കർമ്മവും ബ്രഹ്മപൂജ. ഇതെങ്ങനെ സാധിക്കും? കർമ്മം ചെയ്യുമ്പോൾ ഇതൊക്കെ ബ്രഹ്മമാണെന്ന് ഓർമ്മിക്കുക. വാസ്തവത്തിൽ സ്വന്തം കുഞ്ഞിനെ ശുശ്രൂഷിച്ച് ബ്രഹ്മസാക്ഷാത്കാരം നേടാം എന്ന് വ്യക്തമായി ഗീത പറഞ്ഞു തരുമ്പോൾ ബ്രഹ്മത്തെ ചിന്തിച്ചു പോയ കുഞ്ഞിനെ ആഹാരം കൊടുക്കാൻ പറ്റുമോ സാർ? അത്ഭുതമാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പണ്ടത്തേതിനേക്കാൾ 1000 മടങ്ങ് ദിവ്യമായി കുഞ്ഞിന് ചോറ് കൊടുക്കാം, കുഞ്ഞിനെ കാണാം, ഇഷ്ടമില്ലെങ്കിൽ ആരോടും പറയണ്ട. ഇതൊക്കെയാണ് ഒരേ ബ്രഹ്മം കുഞ്ഞായും അച്ഛനായും അമ്മയായും ഒക്കെ നാമരൂപങ്ങൾ അംഗീകരിച്ച് വെറും ഒരു നേരം പോക്ക്. നേരെ മറിച്ച് ഇത് പിടികിട്ടിയില്ലെങ്കിൽ ഇതൊക്കെ ആവർത്തിക്കും. ജനനമരണങ്ങൾ തുടരും, ജനനമരണഭ്രമം തുടരും. അതാണ് സൂര്യോ യഥാ സർവലോകസ്യ ചക്ഷുഃ ന ലിപ്യത്തെ ചാക്ഷുഷൈർ ബാഹ്യദോഷൈഃ ഏകസ്തഥാ സർവഭൂതന്തരാത്മാ ന ലിപ്യത്തെ ലോകദുഃഖേന ബാഹ്യഃ. നചികേതസേ, സൂര്യനില്ലേ സർവലോകസ്യ ചക്ഷുഃ, സകല ആളുകളുടെയും കണ്ണിന് വെളിച്ചം പകർന്നു കൊടുക്കുന്ന ആ സൂര്യദേവൻ. പക്ഷേ ആരുടെ കണ്ണിൻ്റെ ദോഷവും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. അതുപോലാണ് ഈ ബ്രഹ്മം. സകലരെയും അതാതിൻ്റെ പ്രവൃത്തിക്ക് സഹായിക്കുന്നു. പക്ഷേ അവരുടെ പ്രവൃത്തിയോ പുണ്യമോ പാപമോ ഒന്നും ബ്രഹ്മത്തെ സ്പർശിക്കുന്നില്ല. ഇത് നമ്മുടെ ഉള്ളിലിരിക്കുന്നു ആ സത്യം. നാം അതാണ്. അതിന് ഈ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടൊന്നും ഒരു ബന്ധവും വാസ്തവത്തിലില്ല. കാരണം ഇതൊരു തോന്നലാണ്. മരുഭൂമിയിലെ വെള്ളത്തിന് മരുഭൂമിയുമായി വല്ല ബന്ധവുമുണ്ടോ? കാനൽ ജലം ഒരു മണൽത്തിരിയെങ്കിലും നനയ്ക്കുന്നുണ്ടോ? ഇത് അറിയണം. പക്ഷേ അറിഞ്ഞില്ലെങ്കിൽ ഒരിക്കലും സാധ്യമല്ല. അതുപോലാണ് ബ്രഹ്മം. നമ്മുടെയൊക്കെ സകല ജീവികളുടെയും ഉള്ളിലിരുന്ന് സകലതിനെയും പ്രകാശിപ്പിക്കുന്നു സൂര്യനെ പോലെ. പക്ഷേ സൂര്യൻ എങ്ങനെയാണോ മറ്റുള്ളവരുടെ കണ്ണിൻ്റെ ദോഷങ്ങൾ ഏറ്റെടുക്കാതിരിക്കുന്നത്, അതുപോലെ ബ്രഹ്മം ആരുടെ കർമ്മദോഷവും ഏറ്റെടുക്കുന്നില്ല. കൃഷ്ണൻ ഈ തത്വം സിദ്ധാന്തപരമായി ഗ്രഹിച്ചാൽ പോലും ഒരു വ്യക്തി രക്ഷപ്പെടുന്നു എന്നാണ് കൃഷ്ണൻ പറയുന്നത്. പശ്യൻ, സകല ഇന്ദ്രിയങ്ങളുടെയും കർമ്മം നടക്കുന്നു. പശ്യൻ, ഗീതാശ്ലോകമാണ്. പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്രൻ അശ്നൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസർജൻ, മലമൂത്ര വിസർജനങ്ങളൊക്കെ നടക്കുന്നു. പക്ഷേ ഒരു തത്വദർശി നൈവ കിഞ്ചിത് കരോമീതി, ഞാനൊന്നും ചെയ്യുന്നില്ല എന്നനുഭവിക്കും. എന്താ കാര്യം? എനിക്ക് അനങ്ങാൻ പോലും കഴിയാത്ത ആനന്ദബോധമാണ് ഞാൻ. ഈ ശരീരം വെറും ഒരു താൽക്കാലിക ഭ്രമം. അതുണ്ടാക്കുന്ന ഭ്രമം എന്നെ എങ്ങനെ ബാധിക്കാനാണ്? വ്യക്തമായി ശരീരത്തിൽ നിന്നും മാറ്റി ആ സത്യത്തെ അനുഭവിക്കുക. അതൊക്കെ ഇപ്പം എങ്ങനെ സാർ? നമ്മൾ പല പ്രാവശ്യം പറഞ്ഞില്ലേ, എല്ലാം സത്യമാണെന്ന് ഉറപ്പുവരുത്തൂ. ആനന്ദമായി ഉള്ളിൽ തെളിയും സത്യം. അത് തെളിഞ്ഞു വരുമ്പോൾ ഈ ശരീരത്തിനും സ്വാമി രാമകൃഷ്ണദേവനും ഒക്കെ പറയുമ്പോൾ കൊട്ടത്തേങ്ങയുടെ പരിപ്പ് വേർപെടുന്നില്ലേ? പച്ചത്തേങ്ങയാണെങ്കിൽ പരിപ്പും ചിരട്ടയും ഒരുമിച്ച് ചേർന്നിരിക്കുന്നതായി തോന്നുന്നു. ഒന്ന് ഉണങ്ങിയാലോ ഒന്ന് ഉണക്കണം. ഉണങ്ങുമ്പോൾ പരിപ്പിനകത്ത് കിടന്ന് തേങ്ങ ഇങ്ങനെ കുടുകൂടാ കിടങ്ങും. അപ്പോൾ തേങ്ങാപ്പരിപ്പിന് ചിരട്ടയുമായി ഒരു ബന്ധവുമില്ല. ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത് മോരില്ലേ, തൈര് തിളക്കുമ്പോൾ അതിൽ നിറഞ്ഞു കിടക്കുന്നു എന്ന് തോന്നുന്ന വെണ്ണ വേർതിരിഞ്ഞു വരും. പിന്നെ അതിന് എത്ര വെള്ളത്തിൽ വേണോ ഇട്ടുള്ളൂ, ആ വെണ്ണ ഒരിക്കലും വെള്ളത്തിൽ അലിഞ്ഞു പോവുകയില്ല. ഇതുപോലെ നമ്മൾ
അതിനെന്തെങ്കിലും സാധന ചെയ്താൽ പറ്റില്ല. ഇതിവിടെ വേർപെട്ടു വരുന്നത് പ്രസാദ രൂപത്തിൽ, അന്തശീതളതയുടെ രൂപത്തിൽ ബ്രഹ്മം വേർപെടുന്നുണ്ടോ ഇല്ലയോ എന്ന് നിർണയിക്കാനുള്ള തെർമോമീറ്ററാണ്. എന്താ? ഉള്ളിൽ നിരപേക്ഷമായൊരു ആനന്ദം എപ്പോഴും. എന്ത് ഭൂകമ്പം വന്നാലും ശരി, എന്ത് വന്നാലും ശരി, ഇതുണ്ടോയെന്ന് നോക്കുക. ഇതിപ്പോൾ എല്ലാവരും പറയുന്നത് ചൂടാണ്, തണുപ്പില്ല. എവിടെ തണുപ്പുണ്ടാവാൻ? നാനാവിധ കോലാഹലങ്ങളിൽപ്പെട്ട് ഏത് ഗംഭീരനും പെടയുമ്പോൾ എവിടെയാണ് തണുപ്പ് വരുന്നത്? അന്തശീതളത ഉണ്ടോ? പുറത്തൊന്നിനെയും ആശ്രയിക്കാതെ ഉണ്ട്, യാതൊരു സംശയവുമില്ല. അതെപ്പോഴും എല്ലാം ഒന്ന്, ഭേദചിന്ത പോയി, രാഗദ്വേഷം കുറഞ്ഞു, ഉള്ളിൽ സ്വതന്ത്രമായ അന്തശീതളത. ആ സ്വതന്ത്രമായ അന്തശീതളത അനുഭവിക്കുമെങ്കിൽ ശരീരവുമായിട്ട് അതിനൊരു ബന്ധവുമില്ല. അതാണ്. അല്ലാതെ ഇത് നമുക്കാർക്കും അനുഭവിക്കാൻ പറ്റാത്തതാണെന്ന് ഒരിക്കലും കരുതരുത്. അങ്ങനെ കരുതിയാൽ നമ്മുടെ ജീവിതം നഷ്ടമാണ്. അങ്ങനെ ഈ ഈശ്വരൻ, അല്ലയോ നചികേതസ്സേ ഏകസ്തഥാ സർവഭൂതന്തരാത്മാ ന ലിപ്യത്തെ ലോകദുഃഖേന ബാഹ്യ. ഈ ലോകത്ത് കാണുന്ന ആ ദുഃഖമൊക്കെ വെറും ഭ്രമം. അത് നേരെയാക്കാൻ ശ്രമിച്ചോളൂ സാമൂഹ്യ പ്രവർത്തനം. പക്ഷേ ഇതറിഞ്ഞുകൊണ്ട് വേണം. അല്ലെങ്കിലോ ലോകത്തിൻ്റെ ദുഃഖവും മാറില്ല. ലോകത്തിൻ്റെ ദുഃഖം മാറ്റാൻ ശ്രമിക്കുന്ന നമ്മുടെ ദുഃഖം 10 ഇരട്ടി വർദ്ധിക്കും. മരണവേളയാകുമ്പോൾ കാര്യമായ ദുഃഖമാറ്റമൊന്നും സംഭവിക്കുന്നില്ല. നേരം വെളുത്ത ഇരുട്ടുന്ന നേരെ സാമൂഹിക പ്രവർത്തനം. ഒടുവിൽ എന്ത് സംഭവിച്ചു? പണ്ടത്തേക്കാൾ ദുരിതം ലോകത്തെങ്ങും വർദ്ധിച്ചു. ഇതെന്തായത്? ആദ്യം മുതൽ ബുദ്ധൻ മുതൽ, ക്രിസ്തു മുതൽ, നബി മുതൽ, കാറൽ മാർക്സ് മുതൽ എന്താ ശ്രമം? ദുഃഖം, ലോകദുഃഖം കുറയ്ക്കണം. ഇപ്പം എവിടെ എത്തി നിൽക്കുന്നു ലോകദുഃഖം? സകലരും നിലവിളിക്കുന്നു. അമേരിക്കൻ പ്രസിഡൻ്റ് ഉൾപ്പെടെ നിലവിളിക്കുന്നു. ഞങ്ങൾ വിചാരിച്ചിട്ട് കാര്യമൊന്നും നടക്കുന്നില്ല, സർവത്ര കോലാഹലം, ഞങ്ങൾക്ക് ഭയം, വിമാന സർവീസൊക്കെ റദ്ദ് ചെയ്യുന്നു. അമേരിക്ക പോലുള്ള ഒരു രാജ്യം, ശാസ്ത്രത്തിൻ്റെയും ധനത്തിൻ്റെയും പരമകാഷ്ഠയിലെത്തി നിൽക്കുന്ന ഒരു രാജ്യം. ആ രാജ്യം നിരവധി വിമാന സർവീസുകൾ റദ്ദാകും. പേടിച്ച് AC കൊട്ടാരങ്ങളിൽ കഴിഞ്ഞുകൂടുന്നു ആളുകൾ. എപ്പോഴെന്ത് സംഭവിക്കുമെന്ന് നിശ്ചയമില്ല. ഇതിനാണോ നമ്മൾ ഈ പരിഷ്കാരമൊക്കെ ഉണ്ടാക്കുന്നത്? ഒന്നും വേണ്ടെന്ന് വെക്കണ്ട എന്ന് വിചാരിച്ച് നമുക്ക് AC വേണം, പണം ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും 10 AC ബിൽഡിംഗ് കെട്ടുക. പക്ഷെ അവിടെ ഇരുന്ന് ഒന്നുമില്ല. ഒരു രസം. നിങ്ങളെന്തായാലും വീണ്ടും എൻ്റെ പണമുണ്ട്, ഞാൻ ആരെയും ദ്രോഹിച്ചുണ്ടാക്കിയ പണമല്ല, ഞാൻ എൻ്റെ ജോലി ചെയ്തുണ്ടാക്കിയ പണം, അത് ഭഗവാൻ തന്നത്. ഞാനെന്നുള്ള ഭാവമില്ല. 2 വീട് കിട്ടുന്നു, നാളെ ഇത് പോയാലും ഒന്നുമില്ല. ഞാനിതൊരു കളി. യഥാ ഭാഗവതം പറയുക, ക്രീഡോപസ്കരാണ സംയോഗവിഗമാവിഹ ഇച്ഛയാ ക്രീഡിതു സ്യാത്താം തഥൈവേശച്ഛയാ നൃണാം. ഒരു കുട്ടി അങ്ങനെ മണ്ണൊക്കെ പിടിച്ച് വീട് കെട്ടി അങ്ങനെ കരിയിലെയും പ്ലാവിലെയും കമ്പുമൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ കൂരയൊക്കെ തീർത്തു, ഒരടുപ്പൊക്കെ ഉണ്ടാക്കി ചോറ് വെച്ചു, മണ്ണിട്ട് ഒടുവിൽ അമ്മ വന്ന് വിളിച്ചു, മോനെ കാപ്പിക്ക് സമയമായിടാ, തട്ടി വരെ ഒറ്റേറെ പോയി. ഇത്രയേ ഉള്ളൂ. ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളും ജീവിതവും ഒക്കെ അത്രയേ ഉള്ളൂ. അദ്ദേഹം ഇപ്പോൾ തട്ടിയെറിഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്ന് സംശയമുണ്ട്. വെച്ചാൽ ഈ കുറച്ച് ബ്രഹ്മാണ്ടത്തിൽ നമ്മളൊക്കെ താമസിക്കുന്ന ഈ ഭൂമിയെ കുറേശ്ശെ അങ്ങനെ തട്ടിയെറിഞ്ഞുകൊണ്ടിരിക്കുകയാണോ വെച്ചാൽ ഇപ്പോൾ കണ്ടില്ലേ ഇറാനിലൊക്കെ എന്താ സംഭവിച്ചത്? എല്ലാം ഉണ്ട്. എന്താ ഇത് തടയാൻ കഴിയാത്തത്? വെള്ളപ്പൊക്കം, വിമാന ദുരന്തം, ട്രെയിൻ ദുരന്തം, നേരം വെളുത്ത ഞാനൊന്നും പറയുന്നില്ല, കൂടുതൽ പറയേണ്ട ഒരു കാര്യമില്ല. ധൈര്യമായിട്ട് പറ്റുമെങ്കിൽ ഇതൊക്കെ നേരിടുക. അല്ലാതെ നിലവിളിച്ചിട്ടോ വിചാരിച്ച് ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. ഒരു നേരം പോക്ക് നാടകം. അതാണ് യമൻ പറയുന്നത്. എടോ
ഏകോ വശി സർവഭൂതാന്തരാത്മാ. എഴുതുന്ന നൈകേതസ് മരിച്ചാൽ എന്ത് സംഭവിക്കുന്നു? അങ്ങനെ ഒന്നും നിൻ്റെ ചോദ്യത്തിനൊരർത്ഥമില്ല. ഇവിടെ ആകെ ഏകോ വശി, സകലതിനെയും വശപ്പെടുത്തി നിർത്തിയിരിക്കുന്ന ഒരൊറ്റ സത്യമേ ഉള്ളൂ. ഏകോ വശി സർവഭൂതാന്തരാത്മാ. അമീവ മുതൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെന്ന് പറയുന്ന ഉൾപ്പെടെയുള്ള നാമരൂപങ്ങളുടെ ഉള്ളിൽ സ്ഥിതി ചെയ്തുകൊണ്ട് കൃഷ്ണൻ പറയുന്നത് പോലെ യന്ത്രങ്ങൾ ഭ്രമിപ്പിക്കുന്നത് പോലെ ഈ ഈശ്വരൻ നാമരൂപങ്ങളെ ഭ്രമിപ്പിക്കുന്നു. ഈശ്വര സർവഭൂതാനാം ഹൃദയേശ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി. ഭ്രമിപ്പിക്കുകയാണ്. എന്താ? സൂര്യൻ ഇവിടെ ഈ ചുറ്റി നടക്കുന്നു. ഇപ്പം എത്ര കാലമായി? ഒന്നാലോചിച്ച് നോക്കുക, എന്തിനായി ഈ സൂര്യൻ? പക്ഷെ അദ്ദേഹം കൃഷ്ണൻ പറയുന്നത് അയാൾക്കാണ് ഞാൻ ആദ്യമായിട്ട് ഈ യോഗം ഉപദേശിച്ചത്. ഈ നാമരൂപ വേഷം സ്വീകരിച്ചത് കൊണ്ട് ഒരു നിഷ്കാമകർമ്മം ചെയ്യുന്നു. അദ്ദേഹത്തിന് എന്നോടൊന്നും താല്പര്യമില്ല. ഞാൻ ആ വേഷം കെട്ടിച്ചിട്ട് നല്ല ഈ ബുദ്ധിയോടുകൂടി ചുറ്റി നടക്കൂ എന്നേ തുടങ്ങിയതാണ്. അല്ല, ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ, ഈ സൂര്യൻ എന്തിനാ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്ന? അദ്ദേഹത്തിന് എന്താ ശമ്പളമോ ബോണസോ വല്ലതും ഉള്ളോ? അതിനിപ്പോൾ നമുക്ക് നിശ്ചയമില്ല. എന്തായാലും ഒരൊറ്റ ദിവസം പോലും കാഷ്വൽ ലീവ് എടുത്തതായിട്ട് പോലും ഇന്ന് വരെ അറിയില്ല. കാളിദാസൻ പറയുന്നത് ഒരൊറ്റ പ്രാവശ്യമേ സൂര്യൻ തൻ്റെ രഥത്തിൽ കുതിരയെ കെട്ടിയിട്ടുള്ളൂ. കാരണം ഇതേവരെ അഴിക്കേണ്ടി വന്നിട്ടില്ല. എങ്കിലല്ലേ വീണ്ടും കിട്ടുന്ന പ്രശ്നമുള്ളൂ. ഈ പ്രപഞ്ച ഘടകങ്ങളെ ഒക്കെ ഒന്ന് നോക്കിക്കാണുന്നത് അതൊക്കെ മോഡേൺ മാറ്റർ എന്നൊക്കെ പറഞ്ഞ് തള്ളി ജീവിച്ചാൽ എവിടെ ചെന്ന് അവസാനിക്കാനാണ്? വായു ഇങ്ങനെ ചലിക്കുന്നു. ഇത് ഉപനിഷത്ത് അടുത്ത വലിയിൽ പറയാൻ പോകുന്നു. ആ ഭഗവാനെ ഭയന്നാണ്. ഈ രൂപം കൊടുത്തിട്ട് ചെയ്തോളൂ. അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ആ ഭഗവാനെ ഭയന്ന് ചെയ്യുന്നതാണ്. അവർ പ്രത്യേക ഫലമൊന്നും ഉദ്ദേശിക്കുന്നില്ല. കാരണം അവർക്കൊക്കെ ഈ നിഷ്കാമ കർമ്മയോഗം എന്നുവെച്ചാൽ ഉള്ളിൽ നിരന്തര ആനന്ദം അനുഭവിച്ചുകൊണ്ട് ഈ കർമ്മയോഗം ചെയ്യാനുള്ള കരുത്ത് ആദ്യമേ തന്നെ ഭഗവാൻ നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും അതിരിക്കട്ടെ. ഏകോ വശി സർവഭൂതാന്തരാത്മാ രൂപം രൂപം ബഹുരൂപോ ബഭൂവ. ഒരൊറ്റ സത്യം. രൂപം രൂപം. അമീവ മുതൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ഉൾപ്പെട്ട അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ, അല്ലാതെ ഈ ഭൂമി മാത്രമൊന്നുമല്ല. അവിടെയൊക്കെ രൂപം രൂപം ബഹുരൂപോ ബഭൂവ. തമാത്മസ്ഥം. ഉപനിഷത്തിത നമുക്കൊക്കെ ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ആ സത്യം നിങ്ങളാണ്, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. ഞാനുണ്ട് ഞാനുണ്ട് എന്ന് അനുഭവിക്കുന്നത് ആ സത്യം തന്നെ. തമാത്മസ്ഥം യേ അനുപശ്യന്തി ധീരാഹ. ധീരന്മാരായ ആരാണോ ആ ആത്മസത്യത്തെ അറിഞ്ഞനുഭവിക്കുന്നത്, യേ അനുപശ്യന്തി ധീരാഹ തേഷാം സുഖം ശാശ്വതം. അവർക്ക് മരിക്കാത്ത സുഖം, ജനിക്കാത്ത സുഖം ആണ്. തേഷാം സുഖം ശാശ്വതം ന ഇതരേഷാം. മറ്റാർക്കും അങ്ങനെ ഒരു സുഖം കിട്ടാനേ പോകുന്നില്ല. നിത്യോ അനിത്യാനാം. അനിത്യങ്ങളായി കാണപ്പെടുന്ന ഈ നാമരൂപങ്ങളിൽ നിത്യനായി വർത്തിക്കുന്നവൻ. ചേതനാനാം. ചേതനങ്ങളുടെ ഒക്കെ ചേതനനായി വർത്തിക്കുന്ന ആൾ. ചേതനാനാം നിത്യോ അനിത്യാനാം ചേതനാനാം. അങ്ങനെ ഇരിക്കുന്ന ആ സത്യം ഒന്നേ ഉള്ളൂ. തം ആത്മസ്ഥം യേ അനുപശ്യന്തി ധീരാഹ. വീണ്ടും പറയുന്നു, നിങ്ങളിലിരിക്കുന്നു അത്. നിങ്ങളതിനെ അന്വേഷിച്ച് ഒരിടത്തും ഓടണ്ട. ഭേദചിന്തയും രാഗദ്വേഷവും ഒഴിവാക്കൂ.
ആ സത്യം സൂര്യൻ ഉദിക്കുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിൽ തെളിഞ്ഞു വരും. അത് പറ്റുന്നില്ലെങ്കിൽ അനുഭവിക്കുക, വേറെ മാർഗമൊന്നുമില്ല. അങ്ങനെ തമാത്മസ്ഥം യേനു പശ്യന്തി ധീരാഹ തേഷാം ശാന്തി ശാശ്വതി, അവർക്ക് ശാശ്വതമായ ശാന്തി ലഭിക്കും. നേതരേഷാം എന്ന് പറഞ്ഞിട്ട് യമൻ ഈ 5-ാം വല്ലി ഉപസംഹരിക്കുകയാണ്. തദേതതിഥി മന്യന്തേ അനിർദ്ദേശ്യം പരമം സുഖം. അല്ലയോ നചികേതസ്സേ, ഋഷീശ്വരന്മാർ അനുഭവിച്ച ഋഷീശ്വരന്മാർ പറയുന്നു, ഇതായിരിക്കുന്നു ആ സുഖം. തദേതതിഥി മന്യന്തേ, ആ സുഖമാണ് ഈ ഇരിക്കുന്നത്. എവിടെ ഇരിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത്. നിങ്ങൾ ആ സുഖമാണ്, നിങ്ങൾ ആ സുഖമാണ്. അതൊന്നറിയൂ. തദേതതിഥി മന്യന്തേ അനിർദ്ദേശ്യം പരമം സുഖം. നിർദ്ദേശിക്കാൻ കഴിയാത്ത, വാക്കുകളുകൊണ്ട് വിവരിക്കാൻ കഴിയാത്ത ആ സുഖം. അനിർദ്ദേശ്യം പരമം സുഖം. കഥമേതദ് വിജാനീയാം. യമൻ പറയുകയാണ്, എടോ ഞാൻ ഇത് എങ്ങനെ നിന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ? നീ മരണാനന്തരം എന്തുണ്ടെന്നൊക്കെ അല്ലേ ചോദിക്കുന്നത് വലിയ ആളിനെ. ഇത് പറഞ്ഞു മനസ്സിലാക്കാൻ ഒക്കില്ല. ആനന്ദം അനുഭവിച്ച് തന്നെ മനസ്സിലാക്കൂ. അതിനുള്ള മാർഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കഥമേതദ് വിജാനീയാം കിമു ഭാതി വിഭാതി വ. അത് പ്രകാശനമൊക്കെ അവരുടെ ജോലി ചെയ്യുന്നു. പക്ഷേ ഈ സുഖം നിരന്തരം അനുഭവിച്ചുകൊണ്ട് യൗഖ്യാം ബുദ്ധി ലേശലേശതൈമേ ബ്രഹ്മാദയോ നിർവൃതാഹ യച്ചിത്തേ നിതരാം പ്രശാന്തകലനെ ലബ്ധ്വാ മുനിർനിർവൃതഃ. മനസ്സിൻ്റെ ചഞ്ചലത, കാമവികാരങ്ങളിൽ പെട്ടുഴറുന്ന മനസ്സ്, അതൊക്കെ ഒന്ന് മാറ്റി ഒക്കെ ഈശ്വരമയമെന്നുറപ്പിച്ച് ആ ചഞ്ചലത ഒന്ന് കുറച്ച്